ഹൈന്ദവ വിരുദ്ധൻ, ദേശദ്രോഹി, ഈ രണ്ട് വിശേഷണങ്ങൾ കിട്ടിയപ്പോഴാണ് ഓൺലൈനിൽ നിന്നും മുടും കുടുക്കയും എടുത്ത് പോങ്ങനെ ഇറങ്ങിയത്. ഏതാണ്ട് 1.5 പതിറ്റാണ്ടായി സംഘി എന്ന് പറയുന്ന വിളി കേൾക്കുന്നവരാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് നൽകുന്ന സമയത്തും സംഘി എന്ന വിളി ഞാൻ കേട്ടിട്ടുണ്ട് ധാരാളമായി. അങ്ങനെ വിളിക്കുന്നവരോട് സംഘി അല്ല എന്ന് ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. സംഘി ചാപ്പ കിട്ടുന്നവർക്ക് അപമാനവും അതിജീവന പ്രതിസന്ധിയുമല്ലാതെ അക്കാലത്ത് മറ്റൊരു സമ്മാനവും നാട്ടിൽ കിട്ടുമായിരുന്നില്ല. എന്നിട്ടും സംഘി വിളിയെ ഞാൻ ഭയന്നില്ല. സ്വാർത്ഥ നേട്ടങ്ങൾക്കായി എന്റെ സ്വത്വബോധത്തെയും ദേശീയ ബുദ്ധിയെയും ഞാൻ വഞ്ചിക്കാനും നിന്നില്ല. ഹൈന്ദവ നിന്ന നടത്തുന്നവർക്ക് സമ്മാനിക്കാനുള്ള മറുനിന്ന ഭാഷാരൂപത്തിൽ കൈവശമുള്ളത് കൊണ്ട് അർപ്പിത ബുദ്ധിയോടെ ഞാനത് വരമൊഴിയായി ഫേസ്ബുക്കിലൂടെ സമർപ്പിച്ചുകൊണ്ടേയിരുന്നു. ദേശവിരുദ്ധതയെ പുരോഗമന കാഴ്ചപ്പാടായും പരിഷ്കൃത സ്വഭാവമായും അവതരിപ്പിച്ചവരെ നൂതനമായിട്ടുള്ള അസഭ്യ പദങ്ങൾ സ്വന്തമായി നിർമ്മിച്ച് ഈ പോങ്ങൻ ആദരിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ സംഘി എന്ന് ആരെങ്കിലും എന്നെ വിളിച്ചാൽ അവരെ കുറ്റം പറയാൻ ഒക്കുമായിരുന്നില്ല. ഇന്ന് കാലം മാറി. സംഘികൾ ഭരിക്കുന്ന പഞ്ചായത്തുകൾ കേരളത്തിലുണ്ടായി. താമര ചിഹ്നത്തിൽ മത്സരിച്ച് നിയമസഭ കാണാൻ BJP സ്ഥാനാർത്ഥിക്ക് സാധിച്ചു. കേരളത്തിൽ നിന്നും രാജ്യ തലസ്ഥാനത്തേക്ക് MP ആയി സ്ഥാനാർത്ഥിയെ പറഞ്ഞുവിടാനുള്ള കരുത്ത് BJP കരസ്ഥമാക്കി. സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരത്തിന്റെ ഭരിപ്പ് പണി സംഘികൾക്ക് ലഭിച്ചു. ഈ ഓൺലൈനിലും സംഘി സമൂഹം വളരെ കരുത്തരായി. സംഘിയാണെന്ന് വളരെ അഭിമാനത്തോടെ പറയാനും അങ്ങനെ അവകാശപ്പെടാനും കഴിയുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ രാഷ്ട്രീയ കേരളം മാറിപ്പോയി. എന്നിട്ടും സംഘിയാണെന്ന് പറയാൻ മടിക്കുന്ന പല യോഗ്യ മാനവരും നമുക്കിടയിലുണ്ട്. സംഘികളെ വളമാക്കി അവർ വളരുന്നുമുണ്ട്. എന്നാൽ ഈ പോങ്ങൻ വാമൊഴിയായും വരമൊഴിയായും നടത്തിയ സകല പ്രകടനങ്ങളിലും ഹൈന്ദവപ്പറ്റും ദേശസ്നേഹവും കലർന്നിരുന്നു. അതുകൊണ്ടാണ് സംഘി എന്ന വിളിക്ക് ഞാൻ അർഹനായത്. എനിക്കത് വളരെ നന്നായിട്ട് അറിയാം. എന്നാൽ എന്റെ ഹൈന്ദവപ്പറ്റ് കേവലം വർഗീയതയിൽ അധിഷ്ഠിതമായിരുന്നില്ല. മതാതീതമായിട്ടുള്ള മാനവ സ്നേഹം ഒരു മനോഭാവമായി കൊണ്ടു നടക്കാൻ ഹൈന്ദവരോളം മറ്റാർക്കും കഴിയില്ല എന്ന ബോധ്യത്തിലാണ് പോങ്ങന്റെ ആ ഹൈന്ദവ പറ്റ് ഉയർന്നു നിൽക്കുന്നത്. മതേതരത്വം തഴയ്ക്കണമെങ്കിൽ സനാതനധർമ്മത്തിന്റെ തണലും ഹൈന്ദവതയുടെ താങ്ങും വേണ്ടതുണ്ടെന്ന ബോധ്യമാണ് എന്റെ ഹൈന്ദവ പറ്റിന്റെ അടിസ്ഥാനം. താങ്ങെന്ന് പറഞ്ഞാൽ മറ്റേ താങ്ങല്ല. ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിരിക്കുന്ന കാലത്തു മാത്രമേ ഭാരതത്തിൽ മതേതരത്വം കാണപ്പെടുകയുള്ളൂ എന്ന് പറയുന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. സംശയമുള്ളവർ നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്കൊന്ന് നോക്കിയാൽ പോങ്ങൻ പറഞ്ഞതിന്റെ ആ പൊരുളങ്ങോട്ട് കിട്ടിക്കോളും. എന്തായാലും രാജ്യത്തിന് ദ്രോഹമോ ഹിന്ദുക്കൾക്ക് ഉപദ്രവമോ പകരുന്ന ഒന്നും എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടില്ല. ഇതുവരെ ഇനിയോട്ട് സംഭവിക്കുകയുമില്ല. എന്നിട്ടും രാജ്യദ്രോഹി, ഹൈന്ദവ വിരുദ്ധൻ എന്നിങ്ങനെയുള്ള വിമർശനത്തിന് ഞാൻ ഇരപ്പെട്ടു. പ്രവീൺ നായർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാളാണ് അത്തരമൊരു ആക്ഷേപം നടത്തിയത് കേട്ടോ. പ്രവീൺ നായർ. സത്യം പറഞ്ഞാൽ ഈ പ്രവീൺ നായർ സാക്ഷാൽ ദുർവാസാവിന്റെ ഡിജിറ്റൽ പതിപ്പാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. കാരണം അമ്മാതിരി ശാപമായിരുന്നു പ്രവീൺ നായർ ശപിച്ചത്. മുരുക ഭഗവാന്റെ കോപത്തിനിരപ്പെട്ട് എന്റെ ജീവിതം നരകിച്ച് 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 നശിച്ച് നാറാണക്കല്ല് പിടിച്ചു പോകും എന്നായിരുന്നു ആ നായർ ശാപത്തിന്റെ പൊരുൾ. ഈ മുരുകൻ എന്റെ ആത്മമിത്രമായിട്ടുള്ള പരമന്റെ പുത്രനാണെന്നും അതുകൊണ്ട് സുബ്രഹ്മണ്യൻ എനിക്ക് പുത്രസ്ഥാനീയനാണെന്നും ആ നായർക്കറിയില്ലല്ലോ. എന്തായാലും ഹിന്ദു വിരുദ്ധൻ, ദേശദ്രോഹി എന്നീ പ്രയോഗങ്ങൾ ഞാൻ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു. പ്രവീൺ നായർ മാത്രമല്ല, അങ്ങനെ കുറച്ചധികം വ്യക്തികൾ സമാന പ്രയോഗങ്ങൾ എനിക്കെതിരെ നടത്തുകയും ചെയ്തു ഫേസ്ബുക്കിലൂടെ. അതിന് തക്കതായ കാരണവുമുണ്ട് കേട്ടോ. ഹൈന്ദവരെ ഉണർത്താൻ കൊട്ടേഷൻ എടുത്തവരെന്ന മട്ടിൽ ഒരു സംഘടന ആത്മീയ വ്യാപാര രംഗത്ത് നിക്ഷേപം ഇറക്കി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. കുറച്ചായി അതിന്റെ തറയൊരുക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല കാലമാണ്. കച്ചവടം കൊഴുപ്പിക്കാനുള്ള പാകമായി ദീർഘകാലാടിസ്ഥാനത്തിൽ തുടങ്ങി വെച്ചിരുന്ന സംരംഭത്തിന്റെ ആ ഒരു ആരംഭം അത് ഇപ്പോഴെങ്ങുമല്ല തുടങ്ങിയിട്ടുള്ളത്. 2 പതിറ്റാണ്ടു മുന്നേ തുടങ്ങി വെച്ചതാണ്. അതിന്റെ ഫലം കൊയ്തു തുടങ്ങി. മുരുക ഭഗവാൻ സംരക്ഷണം ഏറ്റെടുത്തുന്ന അവകാശവാദത്തോടെ ഒരു KSEB ജീവനക്കാരൻ രംഗത്ത് വന്നു. നല്ല വായനാസുഖമുള്ള പരുവത്തിൽ ഒരു പുസ്തകം എഴുതിപ്പിച്ച് അദ്ദേഹം വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. ഈ ഹോളിവുഡ് സൈഫൈ സിനിമകൾ കണ്ടു ശീലിച്ചവർക്ക് ചില സിനിമകളുമായി കണക്ഷൻ തോന്നുമെങ്കിലും പുസ്തകം വളരെ രസമായി വായിച്ചു പോവാം. അതെന്തായാലും ശുദ്ധബുദ്ധരായിട്ടുള്ള മുരുക ഭക്തർ ഭഗവാന്റെ ദത്തുപുത്രന്റെ പാദങ്ങളിൽ ഭക്തി പാരവശ്യത്തോടെ കവഴ്ന്നു കിടക്കാൻ തുടങ്ങി. പല രാജ്യങ്ങളിലും ഇന്ന് ഈ സംഘടനയ്ക്ക് പ്രവർത്തനമുണ്ട്. വരാൻ പോകുന്നത് മുരുകയുഗമാണെന്നാണ് സംഘടനയുടെ അവകാശവാദം. മുരുകയുഗം ഹൈന്ദവ വിശ്വാസപ്രകാരം കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങൾ അല്ലെ. എന്നാൽ മുരുകയുഗം എന്നൊരു യുഗം കൂടി കാലചക്ര വിഭജനത്തിന്റെ ഭാഗമായി ഈ സംഘടന അങ്ങോട്ടേക്ക് സ്വന്തം നിലയിൽ കൂട്ടിച്ചേർത്തു. മുരുകയുഗം 5ാമത്തെ യുഗം. ഹിന്ദുക്കൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് മാത്രമല്ല, ഹിന്ദുക്കൾക്ക് പോലും ഇത്തരം കാര്യങ്ങളോട് വിയോജിപ്പുമില്ല എന്ന് മാത്രവുമല്ല, മുരുകയുഗം ഉണ്ടെങ്കിൽ അതുകൂടി അനുഭവിച്ച് കളയാം എന്ന ഭാവമാണ് കലിയുഗവാസികളായിട്ടുള്ള ഹിന്ദുക്കൾക്കുള്ളത്. അതെന്തോ ആവട്ടെ, ദൈവവിശ്വാസിയാവാനും ദൈവവിരോധിയാവാനും അത്യാവശ്യമാണെങ്കിൽ സ്വയം ദൈവമാകാനും വരെ മനുഷ്യരെ അനുവദിക്കുന്ന ഒരു സാമൂഹ്യ സംവിധാനമാണല്ലോ ഈ ഹൈന്ദവത എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ ഭഗവാന്റെ വിൽക്കൽ മാത്രമല്ല, ദേശസ്നേഹത്തിന്റെ കച്ചവടം കൂടി ആ സംഘടന ഏറ്റെടുക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് തീർച്ചയായിട്ടും വിയോജിപ്പ് തോന്നി തുടങ്ങിയത്.
മുരുകൻ എന്നല്ല ഒരു ഹൈന്ദവ ദൈവവും പ്രാദേശികവാദം കൊണ്ടു നടക്കുന്നേയില്ല. ഹൈന്ദവരെയോ ഭാരതീയരെയോ മാത്രം സേവിക്കാനിരിക്കുന്ന ഉദ്യോഗസ്ഥരുമല്ല നമ്മുടെ ഹൈന്ദവ ദൈവങ്ങൾ. ഒട്ടുമിക്ക ഹൈന്ദവ ദൈവങ്ങളുമായി വളരെ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദം സൂക്ഷിക്കുന്ന ഈ പോങ്ങന് എന്താണ് ഈശ്വരൻ എന്ന് വളരെ വളരെ നന്നായിട്ട് അറിയാം, സത്യമായിട്ടും അറിയാം. അതുപോലെ തന്നെ ആത്മീയതയെ പറ്റിയും പോങ്ങന് മതിയായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആത്മീയതയിൽ ദേശസ്നേഹം ചാലിച്ച് മുരുക വിൽപ്പന നടത്തുന്നവർക്കെതിരെ പോങ്ങൻ എന്ന് കുരച്ചത്. ആത്മീയതയും ദേശീയതയും ഒരുമിച്ച് പോകാനേ പാടില്ല, ഒരു നുഖത്തിൽ കെട്ടുന്നത് ശരിയുമല്ല. എന്തായാലും ആ കുരയോടുകൂടി മുരുക കച്ചവടക്കാർ പോങ്ങന് നേരെ ഇളകി വന്നു. ശുദ്ധഭക്തരും എന്നോട് കോർത്തു. സ്വാഭാവികമായും ഇനി എന്ത് എന്ന് പറയുന്ന ഒരു ചിന്ത എന്നിലുണ്ടായി. അതുകൊണ്ട് 2 ദിവസം ഓൺലൈനിൽ നിന്നുമൊക്കെ ഒന്ന് വിട്ടുനിന്ന് മാറി നിന്ന് ഞാൻ നല്ലോണം ആലോചിച്ചു. എൻ്റെ നാവിനെ ഇനി ഏതു വഴി എങ്ങനെ തെളിക്കണം എന്ന് ഹൈന്ദവേശ്വരന്മാരോട് തന്നെ ഞാൻ ചോദിക്കുകയും ചെയ്തു. അവരെനിക്ക് ഉത്തരവും തന്നു. നല്ല വ്യക്തമായിട്ടുള്ള സംശയത്തിന് അതീതമായിട്ടുള്ള ഉത്തരം തന്നു. എന്നാൽ എനിക്കിനി എന്നെ കേൾക്കുന്ന എൻ്റെ പതിവ് കേൾവിക്കാരുടെ അഭിപ്രായം കൂടി തീർച്ചയായിട്ടും അറിഞ്ഞേ മതിയാവൂ. ഞാനൊരു ഹിന്ദു വിരുദ്ധനായിട്ടുള്ള രാജ്യദ്രോഹിയാണോ? കഴിഞ്ഞ 5-6 കൊല്ലമായി ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ പതിവായി കേൾക്കുന്നവരുടെ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ദേശദ്രോഹിയായിട്ടുള്ള ഒരു ഹിന്ദു വിരുദ്ധനാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു രസം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. തീർത്തും സൗജന്യമായി എൻ്റെ അച്ഛൻ എനിക്കൊരു ഉപദേശം തന്നു. അതിന്റെ ആശയം ഏതാണ്ട് ഇങ്ങനെയാണ്. അതായത് ഹൈന്ദവ സമൂഹത്തോട് ആത്മാർത്ഥമായ സമീപനം സ്വീകരിക്കാനുള്ള വലിപ്പം എനിക്കില്ല, പോങ്ങനില്ല. അല്ലെങ്കിൽ എന്നെ പോലെ വലിപ്പം കെട്ട ആളുകളുടെ ആത്മാർത്ഥതയെ തിരിച്ചറിയാനുള്ള വലിപ്പം നമ്മുടെ ഹൈന്ദവ സമൂഹത്തിനുമില്ല. അതുകൊണ്ട് ചെറിയ മനുഷ്യൻ എന്ന നിലയിൽ ഹൈന്ദവ സമൂഹത്തെ പ്രതിയല്ല, ആദ്യം സ്വന്തം ജീവിതത്തെ പ്രതിയാണ് ഞാൻ ആശങ്കപ്പെടേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം, അച്ഛന്റെ അഭിപ്രായം. ഞാനൊരു ദരിദ്രവാസിയായി ഇങ്ങനെ കഴിയുന്നതിൽ അദ്ദേഹത്തിന് പ്രയാസമുണ്ടെന്നും ഡിജിറ്റൽ കേരളത്തിലെ പ്രഥമ കം ഏക സൈബർ തെണ്ടിയായി ഞാനിങ്ങനെ ജീവിക്കുന്നതിൽ കണ്ടമാനം നാണക്കേടുണ്ടെന്നും അച്ഛൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്കറിയാം, മുരുക വിൽപ്പനക്കാരുടെ അച്ഛന്മാർക്കൊക്കെ അവർ അഭിമാനവും ആനന്ദവുമാണ് നൽകുന്നത്. എന്നാൽ ഞാൻ ദൈവത്തെ വിൽക്കുന്നുമില്ല, ഭക്തരെ പറ്റിക്കുന്നുമില്ല, ദേശസ്നേഹികളെ കബളിപ്പിക്കുന്നുമില്ല, ഹിന്ദുക്കളെ ഒറ്റുന്നുമില്ല, പൊതുസമൂഹത്തെ വഞ്ചിക്കുന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ദാരിദ്ര്യവാസിയായേ മതിയാവും. സൈബർ തെണ്ടി ആവാതെ അതിജീവനവും തരപ്പെടില്ല എനിക്ക്. എന്തു ചെയ്യാം? അല്ലെങ്കിൽ ഇനി ഞാൻ എന്തു ചെയ്യണം? നിങ്ങളൊന്ന് പറയാവോ? നിങ്ങളൊന്നും പറഞ്ഞില്ല എങ്കിൽ ഹൈന്ദവ ദൈവങ്ങൾ നൽകിയിട്ടുള്ള ഉത്തരവനുസരിച്ച് പൊങ്ങൻ തുടർന്നങ്ങോട്ട് നാവാടും. അതെന്തായാലും ഇനി അങ്ങോട്ട് നമുക്ക് പുതിയൊരു അധ്യായം തുടങ്ങാം എന്ന് പറയുന്ന ഒരു വിചാരമാണ് എനിക്കുള്ളത്. പോങ്ങായണം 2ാം അധ്യായം. ഒപ്പമുള്ളവർക്ക് ആശ്ലേഷവും വന്നു ചേരുന്നവർക്ക് നമസ്കാരവും ഒഴിവാക്കി പോകുന്നവർക്ക് ആശംസകളും നൽകിക്കൊണ്ട് പോങ്ങൻ ഈ സംസാരം തൽക്കാലത്തേക്ക് നിർത്തുന്നു. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. സ്നേഹം. തൽക്കാലത്തേക്ക് ടാറ്റ. ഇനിയും നമുക്ക് കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരുടെ സ്നേഹം. ടാറ്റ.